നമസ്കാരം. ആസ്റ്റർ ലാബ് അവതരിപ്പിക്കുന്ന അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം അങ്ങനെ മലയാളികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിമ്പൂരിൻ്റെ സ്പന്ദനമായി ഇതിനോടകം തന്നെ മാറിയിരിക്കുന്ന ഗ്രാമവിഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓണവിശേഷങ്ങൾ ഒപ്പിയെടുക്കാനായി വാഹനമെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. അരിമ്പൂരിൻ്റെ സ്പന്ദനമായി നിങ്ങളാണ് ഗ്രാമവിഷനെ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എവിടം വരെയായി, എന്തെല്ലാമാണ് നിങ്ങളുടെ വിശേഷങ്ങൾ, സദ്യവട്ടങ്ങൾ എവിടം വരെയായി, അതെല്ലാം ഒന്ന് ഒരോട്ട പ്രദക്ഷിണത്തിലൂടെ ഞങ്ങളൊന്ന് സഞ്ചരിക്കുകയാണ് അരിമ്പൂരിൻ്റെ ഓണവിശേഷം എന്ന പ്രോഗ്രാമിലൂടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു, ആസ്റ്റർ ലാബ്സ്, കുന്നത്തങ്ങാടി, തൃശൂർ. ഇതാണ് അരിമ്പൂരിലെ ഓണത്തിന്റെ വിശേഷങ്ങളുടെ തുടക്കം. അരിമ്പൂരിൽ ഓണം ഇങ്ങനെ തകൃതിയായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ചിത്രീകരണങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് തിരുവോണത്തിൻ്റെയൊക്കെ മുൻഭാഗത്താണ്. അതായത് ഉത്രാടത്തിനൊക്കെ മുൻപിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ചിത്രീകരണത്തിൻ്റെ വിശേഷങ്ങൾ തേടി ഇറങ്ങിയപ്പോൾ കാണുന്ന ആദ്യ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാൻ ഈ നിൽക്കുന്നത് ഏറ്റവും പ്രസിദ്ധമായ മനക്കുടി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണ്. ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നമ്മുടെ ചങ്ക് കുട്ടികൾ നൃത്തത്തിൻ്റെ പരിശീലനത്തിലാണ്. ഞാൻ എന്തായാലും ഇതിലെ കടന്നുപോയപ്പോൾ കാണാൻ സാധിച്ചത് മനോഹരമായ അരിമ്പൂരിൻ്റെ ഒരു മനോഹരമായ ദൃശ്യമാണ്. ഞാൻ എന്തായാലും ഈ ചങ്ക് കുട്ടികളോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയാണ്. അവരിങ്ങനെ ആടിയും പാടിയും ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഗ്രാമവിഷൻ പ്രേക്ഷകർ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ തരുന്നതും ഇതുപോലെയുള്ള മനോഹരമായ പുതുമയാർന്ന വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. മനക്കുടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ആലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നൃത്തം പരിശീലിക്കുകയാണ് ഈ ചങ്കുകുട്ടികൾ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ദേവാങ്കന മനക്കുടി. ഇത് തിരുവാതിരകളിയാണോ, എന്താണ്? ഞങ്ങൾ തിരുവാതിരം കളിക്കുന്നുണ്ട്, കയ്യൊട്ടി കളിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ടീം ഇങ്ങനെ പുറമെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഉണ്ടോ? പോവാറുണ്ട്. അപ്പൊ ഈ തോണത്തെ ഓണത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികളൊക്കെ? ഞങ്ങൾക്ക് അത്യാവശ്യം പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ തിരുവാതിര ചെയ്യാനായിട്ട് കുറച്ച് ഏജ്ഡ് ആയവരൂടെ ഉണ്ട്. അപ്പോൾ അവരുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു കോമ്പറ്റീഷൻ വേണ്ടിയിട്ടാണ്. അതെവിടെയാണ് നടക്കുന്നത്? അത് കുറുക്കഞ്ചേരി അമ്പലത്തിലാണ്. എന്നാ വരെ? തിരുവോണത്തിനാണോ? 6-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും ഈ മനക്കുടി ടീമിന് ഞങ്ങൾ നൽകുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നത് ഗ്രാമവിഷൻ അഭിമാനമാണ്. അപ്പോൾ ഇത് പരിചയപ്പെടാം. പേരെന്താ? ശ്രീലക്ഷ്മി. എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. കീർത്തി, ഹൗസ് വൈഫാണ്. ആവണി, +2 പഠിക്കും. കൻവി, എത്രയിലാ? 3-ല്. ആര്യ, +2. ഷീന, ഹൗസ് വൈഫാണ്. അബീന, +1. സാന്ദ്ര, ബാങ്കിങ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിലാണ് ഇവരെ ജോലി ചെയ്യുന്നത്. അതായത് വീട്ടിലിരിക്കുന്ന ആളുകൾ തൊട്ട് ജോലിയുള്ള പഠിക്കുന്ന. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ടാവും മൊത്തത്തിൽ? 13 പേരുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇതുപോലൊക്കെ തന്നെ? കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളൊരു ഹൗസ് വൈഫ്. എത്ര നാളായി നിങ്ങൾ ഈ ഒരു രംഗത്തേക്ക് നിങ്ങൾ വന്നിട്ട്? എത്ര നാളായി? ഞങ്ങളൊരു 3-4 വർഷമായി. അപ്പോൾ ചെറിയ ടീമല്ല കേട്ടോ. മനക്കുടിയിൽ ഇനി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഈ ടീമിനെ വിളിക്കാൻ മറക്കണ്ട. കാരണം ഇവരെ ഓണം ഗംഭീരമാക്കാനായിട്ട് ഒരുങ്ങിയാണ്. നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ? തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കുന്നൊരമ്മ,
തെന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ, തെന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണൊരമ്മ, തെന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ. വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ട് വിരിച്ചാടി, വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ട് വിരിച്ചാടി, ആലില വയറിൽ നല്ല അരമണിക്കിലുക്കം, ആടും താളത്തിൽ നല്ല പൊന്നിൻ ചിലമ്പാട്ടം, ആലില വയറിൽ നല്ല അരമണിക്കിലുക്കം, ആടും താളത്തിൽ നല്ല പൊന്നിൻ ചിലമ്പാട്ടം, തെന്നരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണൊരമ്മ, തെന്നരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഈ അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങളുമായി ഞങ്ങൾക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതിനിടയ്ക്കാണ് ഈ ടീമിനാണ് എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ്. അപ്പോൾ ഒരു ഹാപ്പി ഓണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുക്കുകയല്ലേ. അറപ്പോ അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. ഓണത്തിന് നേന്ത്രപ്പഴമില്ലാതെ എങ്ങനെയാണ് നമ്മൾ തൃശ്ശൂർക്കാർ, പ്രത്യേകിച്ച് മലയാളികളുടെ തൃശ്ശൂർക്കാർ ഓണം ആഘോഷിക്കുക എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിൽ പ്രത്യേകിച്ച് ഓണക്കാലത്തെ രാജാവ് എന്ന് പറയുന്നത് ഉപ്പേരിയാണെങ്കിൽ, ഉപ്പേരിയിൽ രാജാവിൽ അതിലും വലിയ രാജാവാണ് നമ്മുടെ ചെങ്ങാലിക്കോടൻ എന്ന ഈ ഇനം. ഇതിൻ്റെ മനോഹരമായ ആ ഒരു ഭംഗി തന്നെയാണ്, ഇതിൻ്റെ ആ ഒരു വലിപ്പവും ഭംഗിയും എല്ലാമാണ് ഇതിലെ ആവശ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. നമുക്ക് മനക്കൊടിയിൽ അറിയാം, ഓണത്തിൻ്റെ ഒരുക്കത്തിന് മുൻപേ തന്നെ പഴക്കൊലകളെല്ലാം തന്നെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പച്ച കായും ക്രമീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി കൃഷി ചെയ്യുന്ന ഇടം ഈ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഇടങ്ങളിലാണ്. ഇവിടെ നിന്ന് വരുന്ന കായ്ക്കൊലകൾക്ക് തന്നെയാണ് ഈ ഒരു കച്ചവട സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ട് വിൽക്കുക. ഞാൻ ഈ പറഞ്ഞുവല്ലോ, ഞാൻ ആ പറഞ്ഞ ഈ ഒരു മനോഹരമായത് ഇത് തന്നെയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഈ ഭംഗിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണച്ചന്ത നൽകുന്നത്. മനക്കുടി ഭാഗത്ത് തന്നെയുള്ള ജോസേട്ടൻ്റെ കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജോസേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അതെ അതെ അതെ. എങ്ങനെയുണ്ട്, ആവശ്യക്കാർ വന്നു തുടങ്ങിയോ? വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെലവുണ്ട് ഇപ്പോൾ. എങ്ങനെയാണ് ഇപ്പോഴത്തെ റേറ്റ്? എങ്ങനെയാണ്? 130 റേറ്റ് അല്ല, ഇനിയും കൂടൂലേ? ഇല്ല, ഇനി നമ്മൾ കൂട്ടണമെന്നില്ല. നമ്മള് മിതമായ നിരക്ക് എന്ന് പറയാം, ആ നിരക്ക്. നമ്മുടെ ഈ പാളങ്കോടൻ അതുപോലെ ചെങ്ങാലിക്കോടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. അരിമ്പൂർ എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ? അരിമ്പൂര് പഴയ കാലം തുടങ്ങി അരിമ്പൂര് കൃഷിയുള്ളതാണ് ചെങ്ങാലിക്കോടൻ. ഇവിടുത്തെ കായ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല സ്വാദുള്ള പഴമാണ്. അതൊക്കെയാണ് ഇപ്പോൾ. ഇതിനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണല്ലോ, ഒരു ഭാഗത്ത് ചെറിയൊരു ഇളം ചുവപ്പ്, ഒരു ഫുൾ മഞ്ഞ. പൊതിച്ചലിന്റെ ഗുണമാണ്. നല്ല പോലെ പൊതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആനക്കൊമ്പ് കളറിൽ ഇങ്ങോട്ട് വരും. അതന്നെ, അതാണ് ആ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അതായത് നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കൊക്കെ കാഴ്ച സമർപ്പിക്കില്ലേ, അതിന്റെ ഒരു പ്രതീകം കൂടിയാണ്. അങ്ങനെയാണ് അത് കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഈ ചെറുപഴങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ ഈ ഓണ സമയത്ത്. എങ്ങനെയാണ് അതിന് നമ്മുടെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ? അത് പലരും പല തരത്തിലാണല്ലോ. അതായത് ചിലവർക്ക് ഇപ്പോൾ ചെറിയ കുടുംബമായില്ലേ, അപ്പോൾ അവർക്ക് പറ്റിയ കൊലകളാണ്. ഒരു 6 കിലോ 8 കിലോ 10 കിലോ എന്നുള്ള തോതിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എത്ര നാളായി ജോസേട്ടൻ ഇവിടെ കടയൊക്കെ തുടങ്ങി? ഞാൻ കട തുടങ്ങിയിട്ട് ഒരു 10-25 കൊല്ലമായിട്ടുണ്ട്. 25 വർഷം അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 26ാമത്തെ വർഷത്തെ ഓണാണ് കാത്തിരിക്കുന്നത്. ആയിരിക്കും തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് മൊത്തത്തില് കച്ചവടമൊക്കെ ഉണ്ട്? നമ്മുടെ ഉപ്പേരിക്കുള്ള കായകളൊക്കെ റെഡി ആയോ? ഒരു കൊല എല്ലാം റെഡി ആയിട്ടല്ലേ? ഒരു കൊലയും എടുത്ത് ജോസേട്ടൻ, ഒരു കൊലയും എടുത്തേ. എന്താ കേട്ടോ, നമ്മുടെ ഉപ്പേരിക്കുള്ള കൊലകൾ, അതായത് ജോസേട്ടൻ പറഞ്ഞ പോലെ തന്നെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും കാർഷിക സംസ്കൃതിയുള്ള ഒരു നാടാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ്. ആ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർ കൃഷി ചെയ്യുന്ന അവരുടെ കൊലകളൊക്കെയാണ് ഇതാ. ഇത് വറക്കാൻ പാകത്തിന് മുക്കാമൂപ്പ് എന്ന് പറയാം.
അതാണ് വറുക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതായത് ചെറിയൊരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഒരു കൊല അല്ലേ? അതെ, അത്രയേ ഉള്ളൂ. ഇതിപ്പോ എത്ര വരുന്നുണ്ടാവും ഇതിന്? ഇതിനിപ്പോൾ ഒരു 500 രൂപയുടെ തോന്നുണ്ടാവും. ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 4.5 കിലോ തൂക്കം ഇതിനുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ വീടുകളിലേക്ക് ഒരു അല്പസമയം ഒന്ന് ചെലവഴിച്ചാൽ അല്ലേ, അല്പസമയം ചെലവഴിച്ചാൽ ഈ കടകളിൽ പോയിട്ട് ഉപ്പേരി കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരെണ്ണം മേടിച്ചിട്ട് പോയിട്ട് റെഡിയാക്കിയാൽ മതി അല്ലേ? അതെ. ജോസ് എൻ്റെ സഹോദരനാണ്. എൻ്റെ പേര് പോൾ എന്നാണ്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കൃഷിയിൽ ഒത്തിരി ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. നമ്മുടെ അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് 40 കൊല്ലത്തോളമായി അപ്പച്ചൻ മരിച്ചിട്ട് ഈ ജനുവരി 8-ാം തീയതിക്ക് 40 വർഷം കഴിയും. അപ്പം ഞങ്ങളൊക്കെ 10,000-2,500 ചങ്ങാലിക്കോടനൊക്കെ കൃഷി ചെയ്തിരുന്ന കാലമുണ്ട്. അപ്പച്ചനൊക്കെ ലോഡ് കണക്കിനാണ് ഇവിടുന്ന്. എൻ്റെ ചെറുപ്പത്തിൽ ഓണമായി കഴിഞ്ഞാൽ ലോറിയിൽ ലോഡ് കണക്കിന് ഇവിടുന്ന് ഞങ്ങളുടെ കായ പോവും. അതായത് ഇവിടെ മനക്കോടിയിൽ മൊത്തത്തിൽ അധികവും കർഷകരാണ്. പിന്നെ നമ്മൾ ജോസ് പറഞ്ഞ പോലെ അധികം ലാഭം എടുക്കുന്ന ഒരു പരിപാടി ഇല്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾക്ക് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ്, ആ കസ്റ്റമർ പറഞ്ഞ് വേറെയും കസ്റ്റമേഴ്സിനെ കിട്ടണം. ആ രീതിയിലുള്ള ബിസിനസ്സാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓണം എവിടെ വരെയായി? ഓണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഓണം 4 ഓണം വരെ ഉണ്ട്. തകർക്ക് തന്നെയാണ്. ഞങ്ങൾ 3 ബ്രദേഴ്സ് ഇപ്പോൾ ജോസിന് കൂടെയുണ്ട്. അപ്പോൾ ഉത്രാടത്തിന്റെ അന്ന് നല്ല തിരക്കായിരിക്കും. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി ഓണം കൊടുത്തേരെ എല്ലാ പ്രേക്ഷകർക്കും. ഹാപ്പി ഓണം. അപ്പോൾ ജോസേട്ടനോട് പോയി, ജോസേട്ടൻ്റെ അടുത്ത് പോയോ? ജോസേട്ടൻ വരൂ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് ഗ്രാമത്തിൻ്റെ നല്ല ഭംഗിയുള്ള സുഗന്ധം ഉള്ള അല്ലെങ്കിൽ എന്തായാലും ജോസേട്ടാ ഒരു ഹാപ്പി ഓണം കൊടുത്തേക്ക്. എന്തായാലും ഇവിടെ വന്ന് ഈ സംരംഭം അല്ലെങ്കിൽ ചെങ്ങാലിക്കോടൻ്റെ ഇത് നിങ്ങൾ വീഡിയോ പിടിച്ച് ക്യാമറ വഴി കൊടുക്കുന്നുണ്ടല്ലോ. ഗ്രാമവിഷൻ അരിമ്പൂരാണ്, അരിമ്പൂരിൻ്റെ സ്വന്തം ചാനലാണ്. അതെ. അപ്പോൾ അരിമ്പൂരിൻ്റെ ചാനലിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഓണാഘോഷം ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓണം അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ഓണ ആശംസകൾ. ഞങ്ങളുടെ ജോസ്കോ, അതായത് സെൻറ്റ് ജോസഫ് സൂപ്പർ മാർക്കറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ആശംസകൾ. അപ്പോൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അവർ നേർന്നിട്ടുണ്ട്. മറ്റുള്ള ഓണത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇതുപോലെ ചെങ്ങാലിക്കോടൻ്റെ മനോഹാരിത പോലെ അരിമ്പൂരിൻ്റെ സ്പന്ദനമായ ഗ്രാമവിഷൻ ഓണവിശേഷങ്ങളുമായി കടന്നു വരികയാണ് ഓരോ ഇടങ്ങളിലേക്ക്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശ്ശൂർ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ സഞ്ചരിച്ച് മനക്കൊടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ആശാരിമൂല എന്ന് പറയുന്നത് ധാരാളം പേരിങ്ങനെ വന്ന് ബസ് സ്റ്റോപ്പിലും ഒക്കെ തൊട്ടപ്പുറത്തുള്ള കടകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പ്രധാന ഒരു സ്ഥലമാണ്. നമസ്കാരം. എന്താ ഈ ഓണമൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ഓണം. എന്താ പേരെന്താ? തിലകൻ. എന്താ ഈ ഓണം? ഓണം മുറ്റത്തെത്തി. പതുക്കെ അകത്തോട്ട് കയറിയാൽ മതി. ഈ പ്രാവശ്യം ഓണത്തെ ആഘോഷം എങ്ങനെയാ? വീട്ടിൽ തന്നെയാണോ അതെയോ? വീട്ടിൽ തന്നെ വയസ്സായില്ലേ, അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ ആഘോഷിക്കാം. അങ്ങനെ പറയരുത്, വയസ്സൊന്നും ആയിട്ടില്ല. അന്ന് നമുക്ക് എവിടെയും ആഘോഷിക്കാം. വീട്ടിലായിരിക്കുള്ളേ? വീട്ടിൽ മകന്, ഭാര്യ, മക്കള് അവരൊക്കെ ഒരുമിച്ച് തന്നെയാണോ? അല്ല, ഞാൻ 2 പെൺകുട്ടികളെ കഴിഞ്ഞു. മോനും ഞാനും. പെൺകുട്ടികളൊന്നും വരില്ല, ഒക്കെ മദ്രാസ് അവിടെ ഇവിടേക്ക്. ഓണത്തിന് വരാറില്ല? വരില്ല. അങ്ങോട്ട് പോവാറുണ്ടോ? പോവും. ഈ 5 ഓണം പോകുന്നുണ്ട് മദ്രാസിലേക്ക്. അത് വലിയൊരു ആഘോഷല്ലേ? അപ്പൊ പിന്നെ ഓണം ഇല്ലാതെ തന്നെയാ. പോണ്ട്. അപ്പൊ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? അടുക്കളയിൽ തുടങ്ങിയോ? തുടങ്ങി. ഉപ്പേരി ഉറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അച്ചാറ് കാര്യങ്ങളൊക്കെയോ? അതൊക്കെ ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇഞ്ചമ്പുളിയൊക്കെയാണ്, അത് ഉത്രാടത്തിനാവൂലേ? അല്ല, അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് ചിക്കനും മട്ടനും മറ്റൊക്കെ വേണ്ടോ? നമ്മുടെ ഈ പഴയ കാലത്ത് ഓണത്തിന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമാണ് അല്ലേ? ഓണത്തിന് അത്തം മുതലേ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കും. അന്നത്തെ ആ കാലല്ലോ ഇപ്പൊ എന്നും ഓണല്ലേ? എന്നും ഓണാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്നും വേണമെങ്കിൽ ഓണം ആഘോഷിക്കാം. പണ്ട് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ ഒരു നല്ലൊരു ഉടുപ്പ് കിട്ടുന്നത് അന്നത്തെ ആ ദിവസമായിരിക്കും. വയറാഴ്ച ചോറ് കിട്ടുന്നത് അന്നത്തെ കാലത്താണ്. ഇന്നൊക്കെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്നും ഓണാണ്. അതായത് സമ്പൽ സമൃദ്ധിയാണ്. ഈ മാവേലി കണ്ട സ്വപ്നം അത് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കാലമായിരുന്നു.
എല്ലാം നല്ല കാലം ആവട്ടെ. ആവട്ടെ ആവട്ടെ. അപ്പോൾ വീട്ടിലെല്ലാവരും ഓണ അന്വേഷണം പറയുക. ഞങ്ങൾ ഗ്രാമവിഷ്ണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ചാനലൊക്കെ കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? കാണാറുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിലകേട്ടാ എന്താ ചെയ്യണേ? നമ്മളിപ്പോ അവിടെ യൂണിയനിലൊക്കെ ഒപ്പിട്ടിരിക്കും. ജോലിയൊക്കെ ഉണ്ടോ? കുറവാണ്. കാരണം എന്താ ഇപ്പൊ വണ്ടികളൊക്കെ വന്ന് കുത്തില്ലല്ലോ പള്ളി, ഒന്നും ഇറക്കാൻ കിട്ടില്ല. പണ്ടെന്നൊക്കെ ജോലി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഇഷ്ടം പോലെ ജോലിയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വല്ലതും വല്ല ടൈല വല്ലതും ഇറക്കാൻ കിട്ടും. അത്ര തന്നെയുള്ളൂ. വീട്ടിലാരുള്ളേ? വീട്ടില് ഞാൻ ഭാര്യ, മോനും കുട്ടിയും. മോളുടെ കല്യാണം കഴിഞ്ഞു, മകന്റെ കല്യാണം. ഓണത്തിന് വരുമോ അവര്? മോള് വരും. ഓണക്കോടി വല്ലതും മേടിച്ചോ? ഇല്ല, ഇതെല്ലാം ചേടിച്ചമ്മ മരിച്ചിരിക്കും. ഓണാഘോഷം ഇല്ല. ഓണാഘോഷം കുറവാണ്. സാർ നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം. അപ്പൊ ഹാപ്പി ഓണം. ശരി ശരി. മദ്രാസിൽ പോയിട്ട് വരുമ്പോ എന്ന് കൊണ്ടുവരും? ഒന്നും കൊണ്ടില്ല. അങ്ങനെ പറയരുത്. അവിടെ ഒന്നും കൊണ്ടില്ല. അവിടെ ഇഷ്ടം പോലെ വെള്ളം അടിക്കാം. അതെങ്കിൽ അതാവട്ടെ. അപ്പൊ ഓണത്തിന് എങ്ങനെ ഓഫ് ആവോ? ഓഫാവില്ല, കഴിക്കും. ലിമിറ്റിനെ കഴിക്കുള്ളൂ. ലിമിറ്റിനെ കഴിക്കുള്ളൂ. ഓഫ് ആവൂല. ഓഫ് ആവണ പരിപാടി നമുക്ക് ഇല്ല. ഓഫ് ആവണ്ട കേട്ടോ. ഓഫാവണ്ട, അത് നല്ല കാര്യം. മദ്രാസിൽ പോയിട്ട് ഓഫ് ആവാ. ഇല്ല, അവിടെ ഓഫാവുന്നില്ല. അവിടെ ഓഫ് ആവരുത്. എന്തായാലും ഓൺ തന്നെ ആയിരിക്കട്ടെ കേട്ടോ. ഓണം. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പൊ ഇത് തന്നെയാണ് വിശേഷങ്ങളൊക്കെ. എല്ലാവരും ഒരുക്കത്തിൽ തന്നെ കേട്ടോ. കുറച്ച് ആളുകൾ അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഞങ്ങളൊന്ന് ഓടിപ്പോയിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമസ്കാരമുണ്ട്. എന്തായി ഓണം? ഓണം ഇങ്ങനെ അടുത്തോണ്ടിരിക്കണോ? ഞാൻ അങ്ങോട്ട് പതുക്കെ വീട്ടിലേക്ക് കയറിയാൽ മതിയില്ലേ? വീട്ടിലേക്ക് 2 ദിവസം കഴിയണം. എന്തായി ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? തുടങ്ങി. പച്ചക്കറിയൊക്കെ വാങ്ങിയോ? വാങ്ങിയിട്ടുണ്ട്. പേര്? കുമാരൻ. എന്തായി ഓണം പച്ചക്കറിയൊക്കെ വാങ്ങാൻ പെണ്ണ് കാലത്ത് പോയിട്ടുണ്ട്. ഓണം ഇപ്പോഴത്തെ കൊല്ലം നല്ല പഴയതിലും നന്നാവുന്ന കണക്കൂട്ട്. എല്ലാ കൊല്ലം നന്നായല്ലേ വരുന്നത്. അതാണ് പെണ്ണ് പച്ചക്കറി മേടിക്കാൻ പോയിട്ട്. തൃശ്ശൂരാണോ? മാർക്കറ്റിലാണോ? അതെയോ ഇവിടെ അടുത്ത് തന്നെയാണ്? കാലത്ത് പെണ്ണ് പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോയി. നമുക്ക് കച്ചവടം കാരണം. എങ്ങനെയുണ്ട് ഇത്? എന്ത് ബിസിനസ്? ലോട്ടറി. എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാ അടുത്തെങ്ങാനും ലോട്ടറി അടിച്ചോ? പോയി ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ മനക്കുടിയിലെ ഉള്ള ലോട്ടറി എടുക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ലോട്ടറി എടുത്തോട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് ബമ്പർ അടിക്കുമോ? ഉറപ്പായിട്ട് അടിക്കും. അമ്മേ, അത് ഇങ്ങോട്ടെങ്ങനെ അടിക്കുമെന്നാണ് പറയണത്. അല്ല, ഞാൻ ഓണത്തിന് പോകുമ്പോൾ ബമ്പർ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും വീഴും. എന്തായാലും 1 കോടി വീഴും മതി. അതൊരു വിശ്വാസം. പേര് പറഞ്ഞു. പേര് സജീവൻ. അപ്പോൾ ഈ ഓണം നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. വീട്ടിലായിരിക്കും ഉള്ളത്? വീട്ടില് 3 ആൺകുട്ടികള്. വീട്ടിലില്ല, ഒരാൾ പോയിട്ടില്ല. ഭാര്യ പണിക്ക് പോകുന്നു. അവരൊക്കെ വരാൻ സാധ്യതയുണ്ടോ ഓണത്തിന്? ഒരാളെ വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഓണം അടിച്ച് തകർക്കും. അടിപൊളി. ഓണം ഓഫാവോ? അല്ല, അത് വർഷത്തിൽ ഒരിക്കലുള്ള സംഭവം അല്ലേ? ഇനി ഒന്ന് ഓഫായാലും വിഷയമില്ല. ഓഫാവണ്ടേ? ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഓണത്തിന് ഓഫ് ആവണില്ല. എന്തായാലും ഇടയ്ക്ക് ഓഫ് ആവണം. എന്തായാലും എപ്പോഴും ഓണായിട്ട് തന്നെ ഇരിക്കണ്ടല്ലോ. ഉറപ്പായിട്ടും ഓണം സന്തോഷമായിട്ട് ബ്ലഡ് തളച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ ഈ കാലഘട്ടത്തിന്റെ ഭാഷ എടുക്കണെങ്കിൽ വൈബ് എന്ന് പറയും. വൈബ് മൂടെന്ന് പറയും. ഉറപ്പായിട്ടും. അപ്പൊ ചേട്ടാ ഇങ്ങനെ വന്നേ ചോദിക്കട്ടെ. വലിയ മൊബൈലൊക്കെ ആണല്ലോ. എന്താ പേര്? എൻ്റെ ഒരു മണി. എന്താ ചെയ്യണേ? എനിക്ക് പെയിന്റിങ്. ഇപ്പൊ വർക്കൊക്കെ ഉണ്ടാ? വർക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഈ മഴക്കാലം വന്നാൽ കുറച്ച് പ്രശ്നങ്ങളല്ലേ? പ്രശ്നമുണ്ടോ? വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓണക്കാലത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അതൊക്കെ കഴിഞ്ഞിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഓണ സമയത്തൊക്കെയാണോ വീടുകളൊക്കെ മനോഹരാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും? അതിപ്പോ പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഗേറ്റ് അടിക്കുക, മതിലടിക്കുക, അത്രയുള്ള വീട്. അകത്തേക്കൊന്നും വേണ്ട. ഒന്നും എടുക്കാറില്ല ഇപ്പൊ. അങ്ങനെയൊക്കെ ആയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഗതിയിൽ പോകണമെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും ഓണമില്ല. എല്ലാവരും ഒരേമാതിരി എപ്പോഴും ഇങ്ങനെ നടക്കണതല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എന്നാൽ ആ ദിവസങ്ങൾ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അത് ഓണം സന്തോഷമായിരിക്കും. സന്തോഷമായിരിക്കും. അവിടെ നല്ല വിശേഷം. അടിപൊളി ഓണാവണം പ്രാവശ്യം. എന്താ ചെയ്യണേ? എനിക്ക് വണ്ടിയാണ്. അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ വീട്ടിലായിരിക്കുള്ളേ? വീട്ടില് ഭാര്യ, 2 മക്കള്. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിയേക്കുവാണ്. അതെ. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? വാങ്ങി. എന്തായി ഓണത്തിന്റെ ആ ഒരുക്കത്തിന്റെ അവിടെ വരെയൊക്കെ ആയി?
മിറ്റം വരെ എത്തി. മിറ്റം വരെ എത്തി. ആ പിന്നെന്താ ഇനി കടക്ക കടക്ക വേണ്ട വേണ്ട. മാവേലി വന്നിട്ട്. ആ അപ്പൊ ഈ പ്രാവശ്യം വല്ല പരിപാടികളെല്ലാം ഉണ്ടോ? പരിപാടി ഓരോ പരിപാടികളോ ഏറ്റുണ്ട്. ഈ പാടബലി അല്ലാതെയുള്ള ഇതൊക്കെ ഏറ്റുണ്ട്. അതൊക്കെയും ചെയ്യും. ഈ പ്രാവശ്യം തകർക്കാൻ തന്നെയാണോ ഉദ്ദേശിച്ചത്? ആ അത് പൊരിക്കും. പൊരിക്കും. ആ ഒരു വിട്ടുവീഴ്ചയില്ല. അവർ രണ്ടുപേരും കൊണ്ട് പാടിക്കും. അയ്യോ ആർപ്പോ ഓണം വന്നാറാ അപ്പോ സന്തോഷമാണ്. അരിമ്പൂരിൽ ഇങ്ങനെ ഓണം ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അരിമ്പൂര് മുറ്റത്തെത്തി എന്നാണ് പറഞ്ഞത്. ഭൂരിപക്ഷം ആളുകളുടെ മുറ്റത്തെത്തി. അപ്പോൾ ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഗ്രാമവിഷ്ണു. പ്രിയപ്പെട്ട ഇതെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരാണ്. ഗ്രാമവിഷ്ണു കാണാറില്ല നിങ്ങൾ? തീർച്ചയായിട്ടും അടിപൊളി പരിപാടി. അപ്പോൾ സന്തോഷമായിരിക്കുന്നു. ഈ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങളിങ്ങനെ ഈ ഗ്രാമത്തിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പ്രചോദനം നൽകുന്നത്. അപ്പോൾ ആസ്റ്റർ ലാബാണ് അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെ മനോഹരമായ കാഴ്ചകളുണ്ട്. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ.